യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പറയും, നമ്മൾ എവിടെയാന്നുള്ളതിലല്ല, നമ്മൾ ആരുടെ കൂടെ ഉള്ളതിലാണ് കാര്യം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് അങ്ങനെയല്ല. യാത്രകൾ ചെയ്യണം, കാണാത്ത സ്ഥലങ്ങൾ കാണണം, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതിന് നമുക്കുണ്ടാവുന്ന സ്വഭാവ വ്യത്യാസങ്ങളും മാനസികമായ വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ടെന്നൊക്കെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. യാത്ര ചെയ്യാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുടക്കാൻ നിൽക്കരുത്. അതായത് നമ്മളൊരു എംപ്ലോയി ആയിരിക്കട്ടെ, ഞാൻ 2 ദിവസത്തേക്ക് യാത്ര പോകണം, ഒരു ടൂർ പോകണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നോ പറയരുത്, ചെയ്തേക്കാൻ പറയണം. കാരണം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിന് പ്രൊഡക്ടിവിറ്റി എക്സ്ട്രാ കിട്ടും. അതാർക്കാ കിട്ടും? ഈ കമ്പനിക്ക് കിട്ടും, ഈ എംപ്ലോയർക്ക് കിട്ടും. ഒരു എംപ്ലോയി യാത്ര ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ചെലവ് പോയി വരുന്നു, അത് ഒരു റീഫ്രഷ്മെന്റ് തന്നെ കിട്ടും. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗുണം കിട്ടും എന്നുള്ള കാര്യം സംശയമില്ല. യാത്രകൾ ചെയ്യാൻ ആര് തയ്യാറായാലും നോ പറയരുത്. യാത്രയിൽ കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പാണിത്. അപ്പോൾ ഒരു 4 ദിവസത്തെ യാത്രയാണത്. ഏതായാലും ഇങ്ങനെ കറങ്ങി വരാം. അപ്പോൾ ചെന്നൈ പട്ടണം, ഓരോ കോർപ്പറേഷൻ, റെയിൽവേ സ്റ്റേഷൻ, സെൻട്രൽ റെയിൽവേ, ചെന്നൈ സിറ്റി. ഈ റോഡിൻ്റെ കടി കൂടിയ അണ്ടർപാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇടിഞ്ഞാടിയില്ല. ഇത് അവിടുത്തെ ചെന്നൈ സെൻട്രൽ പള്ളിയാണത്.